പിന്നെ ഇന്ന് ഞാനും അമ്മയും കൂടെ കളങ്കാവൽ കാണാൻ പോയിട്ടോ. കളങ്കാവൽ കണ്ടിട്ട് അമ്മ ആകെ ഞെട്ടിത്തെരിച്ചു പോയി. ഞങ്ങൾ കുന്നമംഗലത്തായിരുന്നു പോയത് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ മക്കളെ ഇമാതിരി സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്ത് മമ്മൂട്ടിയുടെ പേര് മൊത്തം പോയി. ഞാൻ ആരാധിച്ച ഒരാളായിരുന്നു മമ്മൂട്ടിയെ പറ്റി ഓർക്കുമ്പോ എനിക്ക് അത് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂല്, ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, എല്ലാവർക്കും വെറുപ്പായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ സിനിമ ഒക്കെ അഭിനയിക്കരുതെന്ന് പറയാ അയാളോട്. ഫ്രീ ആയിട്ടാണ് പറഞ്ഞേ. അമ്മയ്ക്ക് സിനിമ ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അമ്മ മമ്മൂട്ടിനെ നടനായിട്ട് മാത്രമല്ലേ കണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഇത് കട്ടാങ്ങൽ വന്ന പുതിയ ഒരു ഷോപ്പാണ്. കട്ടാങ്ങൽ കുറച്ച് താഴെയായിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ ഞങ്ങളവിടെ ദോശയാണ് കഴിച്ചത്, പനീർ മസാല ദോശയും. അമ്മയ്ക്ക് ദോശ വേണ്ട പറഞ്ഞു, അമ്മയ്ക്ക് കോഫി ഉന്നക്കായ ഒക്കെ വാങ്ങി കൊടുത്തായിരുന്നേ. അപ്പോൾ അമ്മയ്ക്കും ഫുഡൊക്കെ ഇഷ്ടമായി. അമ്മ പിന്നെ അങ്ങനെ അധികം പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളല്ല എന്നെ പോലെ, ഞാനാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ സിറ്റിംഗ് ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പം ജയിച്ച പാർട്ടിക്കാരുടെ എന്താ പറയുക, സന്തോഷ പ്രകടനങ്ങളാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര സൗണ്ട്, DJ, പാട്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. റോഡ് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെ ഞങ്ങളെങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്. അമ്മയ്ക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആളാകെ സിനിമേൻ്റെ ഹാങ് ഓവറില്ല. എന്നോട് പറഞ്ഞ്, മമ്മൂട്ടിയോ ഇങ്ങനെയൊന്നല്ല, മമ്മൂട്ടി ഇങ്ങനെയൊന്നല്ലടാ, ഇതൊന്നും എനിക്കിതൊന്നും സഹിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വെറൈറ്റി ആരാ ചിന്തിക്കാത്തല്ലേ. എനിക്കെന്തായാലും സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴം വേണോ ചോദിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു പഴമൊന്നും വേണ്ട, വേഗം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വാ, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്തൊക്കെയോ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, സിനിമ എനിക്കിഷ്ടപ്പെട്ടു, യാത്രയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു, ഫുഡും ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണല്ലോ ഇഷ്ടം. എനിക്ക് സിനിമ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വെറൈറ്റി മമ്മൂട്ടിനെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.